ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്ന് ലഭിച്ച അസ്ഥിയുടെ ഭാഗം ഇന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും. മനുഷ്യന്റെ അസ്ഥികളാണോ എന്ന സംശയത്തെ തുടർന്നാണ് ഇത്. ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്കാണ് അസ്ഥി പരിശോധനയ്ക്കായി അയക്കുന്നത്. മണ്ണിടിച്ചിലിനിടെ കാണാതായവർക്ക് വേണ്ടി നടത്തുന്ന ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നും തുടരും. ഈശ്വർ മാൽപെ മടങ്ങിയതിനു പിന്നാലെ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഇന്ന് ദൗത്യമേഖലയിലെത്തും. വിവരങ്ങളുമായി ബിജു പങ്കജും സാരംഗ് സുരേഷും ഷിരൂരിൽ ഗംഗാവലിപ്പുഴയുടെ തീരത്തു നിന്നും ഒപ്പം ചേരുന്നുണ്ട്. ബിജു പങ്കജിലേക്കാണ് ആദ്യം. ബിജുവേട്ടാ നമസ്കാരം. ഈ തെരച്ചിൽ ആരംഭിച്ചോ? ഇതിന്റെ സജീവമായി തന്നെ തെരച്ചിൽ നടക്കുകയാണോ ഇപ്പോൾ? ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. രാവിലെ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഗോവയിൽ നിന്നെത്തിയ സംഘം മുങ്ങൽ വിദഗ്ധൻ വള്ളത്തിലുണ്ട്. അദ്ദേഹം മുങ്ങിയുള്ള പരിശോധനയ്ക്കായിട്ട് അദ്ദേഹം പുറപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഡ്രഡ്ജർ വഴിയുള്ള പരിശോധനയും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ദിവസം. ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ പരിശോധന പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ഗംഗാവലി പുഴയുടെ താഴ്ഭാഗങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇന്നലെ നേവി അടയാളപ്പെടുത്തിയ സ്ഥലത്തൊക്കെ പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇന്നതുകൊണ്ട് താഴ്ഭാഗത്തു നിന്നാണ് പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഭാഗത്തു നിന്നാണ് ഈശ്വർ മാൽപെ ചില എൻജിൻ കഷ്ണങ്ങളൊക്കെ അദ്ദേഹം മുങ്ങിയെടുത്തത്. ഇന്ന് മറ്റൊരു പ്രത്യേകത, റിട്ടയർഡ് ജനറൽ മേജർ ഇന്ദ്രബാലൻ, അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് സോണാർ പരിശോധന നടത്തിയതിനു ശേഷം ഇവിടെ ലോകഭാഗങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത്. അതുകൊണ്ട് ഈ പരിശോധന കുറച്ചുകൂടി ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാർവാർ MLA സതീഷ് സെയിൽ ഇന്ദ്രബാലൻ്റെ സേവനം കൂടി ആവശ്യപ്പെട്ടത്. അദ്ദേഹം 11:30 ഗോവയിലെത്തി 1 മണിയോടുകൂടി ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഡ്രഡ്ജിങ് നടത്തിയുള്ള പരിശോധനയും തുടങ്ങി. മുങ്ങൽ വിദഗ്ധനും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ മുങ്ങൽ വിദഗ്ധരുടെ തെരച്ചിലും ആണ് കൂടുതൽ സാധനങ്ങളൊക്കെ കണ്ടുകിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും മുങ്ങൽ വിദഗ്ധരെ ആശ്രയിച്ചുകൊണ്ടാണ് പരിശോധന നടക്കുന്നത്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ എത്തിയ ശേഷം ഏത് തരത്തിലായിരിക്കും ഈ തെരച്ചിലിൽ ഇടപെടുക? അദ്ദേഹം ഏത് തരത്തിൽ നേതൃത്വം വഹിക്കും ഇതിന്? അദ്ദേഹം നേരത്തെ കണ്ടെത്തിയ ആ മാപ്പിംഗ് നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വീണ്ടും ഒന്നുകൂടി ഒരു പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും വേറെ ഏതെങ്കിലും ഭാഗത്ത് പരിശോധന നടത്തേണ്ടതുണ്ടോ എന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനമെത്തുക. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നേരത്തെ പരിശോധന നടത്തിയ പ്രദേശങ്ങളിൽ വീണ്ടും ഒന്നുകൂടി പരിശോധന നടത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ സേവനം തേടിയിരിക്കുന്നത്. 11:30 ഗോവയിലെത്തുന്ന അദ്ദേഹം 1 മണിയോടെ ഇങ്ങോട്ടേക്ക് എത്തും. എന്തായാലും എല്ലാ തരത്തിലുള്ള പരിശോധനകളും ഒരു പിഴവുണ്ടാകാതിരിക്കാൻ, ഒരു പഴുതുമില്ലാതെ ഈ പരിശോധനകൾ നടത്തി അത് അവസാനിപ്പിക്കാനുള്ള തീരുമാനമാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും കർണാടക സർക്കാരിൻ്റെ. അതുകൊണ്ട് ഇനിയൊരു പരാതി ഉണ്ടാകാത്ത തരത്തിൽ പരിശോധനകൾ നടത്തുക. ചിലപ്പോൾ കിട്ടിയേക്കാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. ഇന്നലെ കണ്ടെത്തിയ ആ അസ്ഥി പരിശോധനയ്ക്കായിട്ട് മംഗലാപുരത്തേക്കാണ് അയച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടു കൂടി അത് മനുഷ്യൻ്റെ ആണോ എന്നുള്ള കാര്യത്തിലേക്ക് എത്തും. അതിനുശേഷം DNA പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷമായിരിക്കും ഇത് അർജുൻ്റേതാണോ അല്ലെങ്കിൽ ബാക്കി കാണാതായ 2 പേരുടെ ആണോ എന്നുള്ള കാര്യത്തിലൊരു തീരുമാനമാവുക. നേരത്തെ ഈ അർജുൻ്റെ ബന്ധുക്കളുടെ DNA പരിശോധനയ്ക്ക് അതിൻ്റെ പരിശോധനാ ഫലം അവരുടെ ബ്ലഡൊക്കെ സാമ്പിളായിട്ട് എടുത്തിരുന്നു. കാരണം നേരത്തെ ഇവിടെ നിന്ന് പല മൃതദേഹങ്ങൾ കിട്ടിയിരുന്നു. അപ്പോൾ അത് അർജുൻ്റേതാണെന്ന് കണ്ടെത്താൻ വേണ്ടി ഈ അർജുൻ്റെ ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ എടുത്ത് പരിശോധന നടത്തിയിരുന്നു. ആ ഫലം സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഈ അസ്ഥിയുടെ DNA പരിശോധന കൂടി നടത്തിയതിനു ശേഷം അത് അർജുൻ്റേതാണോ എന്ന കാര്യത്തിൽ ഒരു തീർച്ചപ്പെടുത്താനായി ഒരു 4 ദിവസം എടുക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ മിഷൻ തുടങ്ങി, അതായത് മൂന്നാമത്തെ മിഷൻ്റെ 3-ാം ദിവസം രാവിലെ തന്നെ പരിശോധനകൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ബന്ധുക്കൾ ഇന്നലെ സഹോദരി തിരികെ പോകാൻ ഒരുങ്ങിയിരുന്നു. അപ്പോഴാണ് ഈശ്വർ മാൽപെ പോയ ശേഷം ഇദ്ദേഹം മേജർ ജനറൽ ഇന്ദ്രബാലൻ വരുന്നു എന്ന വിവരം ലഭിക്കുന്നതും ചില ഭൗതിക അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നതും അസ്ഥിയുടെ ഭാഗം ലഭിക്കുന്നതുമൊക്കെ. അപ്പോൾ ബന്ധുക്കൾ അവിടെ തന്നെ തുടരുന്നുണ്ടോ, ഈ സഹോദരി അടക്കമുള്ളവർ, അതോ അവർ തിരികെ പോയോ? മോത്തി, ബന്ധുക്കളടക്കം ഇവിടെ തുടരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവർ ഈ 10 ദിവസം ഇവിടെ തുടരാനുള്ള സാധ്യതയാണല്ലോ. കാരണം ഈ പരിശോധന അവസാന ഘട്ടത്തിലാണ്. ഇനി ഒരു പരിശോധനയ്ക്ക് ഇനി സ്കോപ്പില്ല. കാരണം അത്രയധികം എഫർട്ട് എടുത്തുകൊണ്ടാണ് സർക്കാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഇവിടെ തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം. അതോടൊപ്പം തന്നെ ലോറിയുടമയും മനാഫും ഇവിടെ തുടരുന്നുണ്ട്. കാരണം ഓരോ നിമിഷവും എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന ഒരു ആകാംക്ഷയിൽ അദ്ദേഹവും ഈ പ്രദേശത്ത് തന്നെയുണ്ട്. എന്തായാലും
മൂന്നാം ദിവസത്തെ തെരച്ചിലും ഊർജിതമായി തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഈ നേരത്തെ പരിശോധന നടത്താത്ത പ്രദേശങ്ങളിലാണ് ഇപ്പോൾ മുങ്ങൽ വിദഗ്ധർ എത്തിയിരിക്കുന്നത്. ശരിക്കും ഇന്നലെ ഈ മുങ്ങൽ വിദഗ്ധ കമ്പനിയുടെ പ്രതിനിധിയുമായി സംസാരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം പറയുന്നത് ഇവർ രാജ്യത്ത് 30 ഡൈവേഴ്സാണ് ഈ കമ്പനിക്കുള്ളത്. ഇത് ഗോവ ആസ്ഥാനമായി ചെയ്യുന്നു, പക്ഷേ അവർ ഗുജറാത്ത് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതായത് മുങ്ങിപ്പോകുന്ന ഷിപ്പുകൾ, അതുപോലെ കുടുങ്ങി യന്ത്രത്തകരാറ് വരുന്ന ഷിപ്പുകൾ, ഇതൊക്കെ റെഡിയാക്കുന്ന സംഘമാണ്. 30 ഡൈവർമാരുണ്ട്. ഇവിടെ ഇപ്പോൾ ഡൈവ് ചെയ്യുന്ന ഈ ഡൈവർക്ക് കൊടുക്കുന്നത് ഒരു ദിവസം 4000 രൂപയാണ്. ഇവർക്ക് അത്യാധുനിക സംവിധാനങ്ങളുണ്ട്, അണ്ടർ വാട്ടർ ക്യാമറയുണ്ട്. അങ്ങനെ ഈ ആഴങ്ങളിൽ പോയി അത് വേണമെങ്കിൽ അത് യന്ത്രഭാഗങ്ങൾ കട്ട് ചെയ്ത് അരമണിക്കൂർ ഒക്കെ ഇരുന്ന് കട്ട് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന സംഘമാണ്. അത്രയധികം വൈദഗ്ധ്യമുണ്ട്. ഇവിടുത്തെ പ്രത്യേകത അദ്ദേഹം പറഞ്ഞത് 50-50% റിസ്കിലാണ് പോകുന്നത്. അതായത് ഇവിടെയുള്ള ഒരു പ്രത്യേകത, ഈ ദുരന്തമുണ്ടായതിനു ശേഷം ഒരുപാട് മരക്കഷ്ണങ്ങൾ, അതുപോലെ മണ്ണ്, പാറകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയിലൂടെ തെരച്ചിൽ നടത്തുമ്പോൾ 50-50%, അതായത് 50% വേണേൽ പെട്ടുപോകാം എന്നുള്ളതാണ്. അവിടെ എവിടെയെങ്കിലും ഒന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരാൻ അത്ര എളുപ്പമല്ല. അങ്ങനെ ഭയങ്കര റിസ്കി ഒരു ഓപ്പറേഷനാണ് അവരുടെ ടീം ഇവിടെ ചെയ്യുന്നതെന്നാണ് ഈ ഡൈവിംഗ് കമ്പനിയുടെ ഉടമ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഈ പുറമേ കാണുന്ന പോലെ വളരെ ലളിതമല്ല. ഇപ്പോൾ അദ്ദേഹം കയറിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പുറകിൽ കിടക്കുന്ന ഒരു പൈപ്പാണ്. അതിലൂടെ ആ വള്ളത്തിലുള്ള മോട്ടോർ വെച്ചിട്ട് ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ഓക്സിജൻ കൊടുത്ത് അതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അത് ഇദ്ദേഹം താഴേക്ക് പോയി ഏതാണ്ട് 15 അടി 10 അടി 15 അടി താഴെയിൽ നീന്തി ചെന്നാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. പാറക്കഷ്ണങ്ങൾക്കിടയിലൂടെയും മരച്ചിലകൾക്കിടയിലൂടെയും ഒക്കെ ഇങ്ങനെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഷിരൂരിൽ നിന്നും